നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒടിച്ചുകുത്തി നാരകം. റൂട്ടേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിട്രസ് അസിഡ എന്നതാണ്. സംസ്കൃതത്തിൽ ജംബ, ജംബീര എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഇതിനെ ഈളനാരകം, ഇളുമ്പിച്ച നാരകം, പാദവതം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കേരളത്തിലെ മിക്ക വീടുകളിലും പറമ്പുകളിൽ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഈ സസ്യം. ചെറുനാരകത്തിൻ്റെ ഒരു വകഭേദമാണ് ഇത്. ധാരാളം ശാഖോപശാഖകളുള്ള ഇതിൻ്റെ തണ്ടുകളിൽ ധാരാളം മുള്ളുകളും കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ ഏകദേശം 9 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇലകൾക്ക് കടും പച്ചനിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഗോളാകൃതിയുള്ള ഇതിൻ്റെ ഫലത്തിന് 7 സെൻറ്റിമീറ്റർ വരെ വ്യാസം കാണും. ഇവയിൽ ധാരാളം അല്ലികളും ഉണ്ടാവും. ചെറുനാരകത്തേക്കാൾ വളരെ കട്ടിയുള്ളതാണ് ഇതിൻ്റെ ഫലം. ഇളം പച്ചനിറത്തിൽ കാണപ്പെടുന്ന ഇവ പാകമായതിനു ശേഷം മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. ഇവയിൽ ധാരാളം സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും ഈ ചെടിയിൽ പൂവും കായും കാണും. ചെറുനാരങ്ങയുടെ തുല്യ ഗുണങ്ങൾ ഈ സസ്യത്തിനും ഉണ്ട്. ഇവയിൽ ധാരാളം ജീവകം സി അടങ്ങിയിരിക്കുന്നു. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ ദാഹം അകറ്റുന്നതുമാണ് ഇവ. ഇതിൻ്റെ ഇലയും പഴവും ഗ്രാഹ്യമാണ്. ഇവയ്ക്ക് അണുനാശക ശക്തി ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ദുർമേധസ്സിനെ കുറയ്ക്കാനും രക്തസ്രാവത്തെ തടയാനും ഇവ ഉത്തമ ഔഷധമാണ്. ഇതിൻ്റെ കമ്പ് വെട്ടിക്കുത്തിയും കുരു പാകി മുളപ്പിച്ചും പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് സംസാരിക്കും. ഈ ഒടിച്ചുകുത്തി നാരകം ഈ ദുർമേധസ് കുറയ്ക്കുന്ന, അപ്പോൾ അത് സമൂലം പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോ ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തടി കുറയുന്ന പറയാം. പിന്നെ അത് ദുർമേധസ് കുറയ്ക്കും, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. പിന്നെ ഇതിൽ ജീവകം സി നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഈ ഉന്മേഷം ദിവസേന അകത്തേക്ക് കഴിച്ചാൽ നല്ല എനർജി കിട്ടും. അത് രണ്ടും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമുള്ളത്. പിന്നെ ഇത് ഈ രക്തം പോകുന്നത്, അതായത് ഈ ശരീരത്തിൽ നിന്ന് പല മലത്തുകൂടെ ആയാലും ഇപ്പോൾ ആർത്തവ രക്തം അധികമായിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇലയും അതും സമൂലമൊക്കെ അടിച്ച് വെണ്ണയിൽ ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം നിൽക്കും. പിന്നെ ഒരു ശീതവീര്യമാണ്. അതുകൊണ്ട് ശരീരത്തെ തണുപ്പിക്കും. ഇത് വേനൽക്കാലത്തൊക്കെ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചൊരു സർവത്ത് പോലെ ആക്കിയിട്ട് ദിവസേന കുടിച്ചു കഴിഞ്ഞാൽ ശരീരം തണുക്കും.